ഗേറ്റ് 2027 എഴുതുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡയറക്ട്ലി ഗോ ടു ദാറ്റ്. ആദ്യമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ്സിനെ കുറിച്ചൊരു കൃത്യത വന്നിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 40th ഓഗസ്റ്റിനാണ്. ദാറ്റ് ഈസ് 14th ഓഗസ്റ്റിന് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അത് എൻഡ് ചെയ്യുന്നത് 21st സെപ്റ്റംബറിലാണ്. സോ 14 to 21st സെപ്റ്റംബർ ആണ് നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ സംഭവിക്കുന്ന സമയം. ഇൻ കേസ് നിങ്ങൾക്ക് ആ പീരീഡിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് അവൈലബിൾ ആണ്. അത് 30th സെപ്റ്റംബർ വരെയാണ്. പക്ഷേ ആ സമയത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഫീസ് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇൻ കേസ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും ഒരു പീരീഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് 14 ഒക്ടോബർ ടു 21st ഒക്ടോബർ ആണ്. സോ 14th ഒക്ടോബർ ടു 21st ഒക്ടോബർ യു ക്യാൻ ചേഞ്ച് ഓർ മേക്ക് എഡിറ്റ്സ് ടു എനി കറക്ഷൻസ് ദാറ്റ് യു ഹാവ് മെയ്ഡ് ഇൻ ദ രജിസ്ട്രേഷൻ പ്രോസസ്. ആൻഡ് ഓൾസോ സിറ്റി അലോട്ട്മെൻറ്റ് വരുന്നത് ഫൈനലി ഏത് ടെസ്റ്റ് സെൻറ്റർ ആണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഡീറ്റെയിൽസ് വരുന്നത് 4th ജനുവരിയിലായിരിക്കും. സോ അതും നമുക്കിപ്പം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നോട്ടിഫിക്കേഷനിൽ വന്നത് എക്സാമിനേഷൻ ഡേറ്റ്സിനെ കുറിച്ചാണ്. സാധാരണ എക്സാമിനേഷൻ നടക്കുന്നത് 2 വീക്കെൻഡിലായിട്ടാണ്. പക്ഷേ ആദ്യമായിട്ട് ഇപ്പം 3 വീക്കെൻഡായിട്ടായിരിക്കും നടക്കുന്നത്. 6th, 7th, 30th, 14th, അതുപോലെ 20th, 21st എന്ന് പറയുന്ന ഫെബ്രുവരിയിലാണ്. ഒബ്വിയസ്ലി ആ ഡേറ്റ്സിലായിരിക്കും നമുക്ക് എക്സാമിനേഷൻ നടക്കുന്നത്. സോ നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണെന്നും അതുപോലെ ഏത് സ്ലോട്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അവൈലബിൾ ആയിരിക്കും. ഓവറോൾ എക്സാമിനേഷൻ സ്ട്രക്ചറിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, പഴയ പാറ്റേൺ തന്നെയാണ്. പക്ഷേ സിലബസിൽ പലർക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഫീ സ്ട്രക്ചറിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. സോ ഫീമെയിൽ SC, ST, PWD കാറ്റഗറി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ട ഫീ എന്ന് പറയുന്നത് 1000 രൂപയാണ്. സോ 1000 rupees ഇസ് ദ ഫീ. ആൻഡ് ഇൻ കേസ് യു ആർ നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ദ രജിസ്ട്രേഷൻ പ്രോസസ് ഡ്യൂറിങ് റെഗുലർ പീരീഡിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഫീ എന്ന് പറയുന്നത് 1500 ആയി മാറും. ആൻഡ് അതല്ലാണ്ട് വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും, ഈ കാറ്റഗറിയിൽ അല്ലാതെ വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് 2000 rupees ആണ്. ആൻഡ് എക്സ്റ്റെൻഡഡ് പീരീഡിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ then you have to pay 2500. സോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സാധാരണ സ്റ്റുഡൻസ് ഒരു എക്സാം ആയിരിക്കും എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു പേപ്പർ ആയിരിക്കും എഴുതുന്നത്. സപ്പോസ് ഇഫ് യു ആർ റൈറ്റിംഗ് മോർ ദാൻ 1 പേപ്പർ, 2 പേപ്പർ എഴുതുന്നതെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഫീയിലും ചേഞ്ച് വരും. നിങ്ങളുടെ ഫീ എന്ന് പറയുന്നത് ഡബിൾ ആവും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചുതരാം. ആൻഡ് IIT മദ്രാസ് ആണെങ്കിൽ ഗേറ്റ് 2027 റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് ഫോളോ ദാറ്റ്. സോ ട്രൈ ടു ഫോളോ ദാറ്റ്. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് തരം ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് us. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.